നമസ്കാരം. നമുക്ക് ഇന്ന് നമ്മുടെ വായനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. നല്ലൊരു ദിവസമാണ്. നമ്മൾക്ക് പുസ്തകങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞോളെ വായിച്ചാലും വളരും, വായിച്ച് വളർന്നാൽ ഇളയും, വായിച്ചില്ലെങ്കിൽ വളയും. അപ്പോൾ അദ്ദേഹം ഏറ്റവും നല്ലൊരു വാക്കുകളാണ്, അതായത് അത്രത്തോളം മൂല്യവത്തായ വായനയുടെ പ്രാധാന്യം അത്രത്തോളം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞ വാക്കുകളാണ്. ആ വായനയുടെ ഏറ്റവും, അതായത് നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങളിലേക്ക് ഈ വായനയുടെ ഏറ്റവും വലിയ ശക്തി ഇന്ന് എത്തിയത്, അല്ലെങ്കിൽ ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നത് പണിക്കർ സാറിന്റെ ഒരു കഷ്ടപ്പാടിന്റെ ഒരു കാരണം കൊണ്ടാണ്. അദ്ദേഹം ജനിച്ചത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി കോട്ടയം ജില്ലയിലാണ്. നീലംപേരൂർ എന്ന് പറഞ്ഞ ഒരു പടയണിക്ക് പ്രശസ്തമായിട്ടുള്ള ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. നമ്മുടെ ഭഗവതി ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ വീട്. അച്ഛൻ പൊതുവായി നാരായണ പണിക്കർ എന്നായിരുന്നു അച്ഛന്റെ പേര്. അമ്മ ജാനകി അമ്മ. രണ്ടുപേരും പുസ്തകത്തെ സ്നേഹിച്ചിരുന്ന ആളാണ്. അപ്പൊ ഈ കുഞ്ഞുനാളിലെ തൊട്ടേ അച്ഛനും അമ്മയും പുസ്തകം വായിക്കുന്നത് കണ്ടിട്ട് അമ്മ അവരുടെ മതപരമായ ഗ്രന്ഥങ്ങളിൽ ഭയങ്കര പാണ്ഡിത്യമുള്ള ഒരാളാണ്. അപ്പൊ കുഞ്ഞിലെ തൊട്ടേ അത് മക്കൾക്ക് പകർന്നു കൊടുക്കുകയും അദ്ദേഹം ഇത് കണ്ട് വളർന്ന് വായനയോടുള്ള ഒരു അടങ്ങാത്ത ഒരു ഇഷ്ടത്തോടു കൂടിയാണ് ആ കുട്ടി വളരുന്നത് തന്നെ. വളർന്ന് ഒരു 15-16 വയസ്സായപ്പോൾ തന്നെ ഇദ്ദേഹം സ്ഥിരമായിട്ട് ഈ ഭഗവതി ക്ഷേത്രത്തിൽ പോകും. അവിടെ വലിയൊരു ആൽമരമുണ്ട്, അതിന്റെ ചുറ്റിനും ഒരു ആൽത്തറയുണ്ട്. ഈ ആൽത്തറയില് പണ്ടത്തെ പ്രമാണിമാര് അവിടെ വന്ന് വൈകുന്നേരങ്ങളിൽ കൂടാറുണ്ടായിരുന്നു. ഈ പ്രമാണിമാര് അന്നത്തെ സാഹചര്യത്തില് ചർച്ചകൾ നടത്താറുണ്ടായിരുന്നു. പക്ഷെ പുസ്തകവുമായിട്ട് ഇതിനെ ഒരു കണക്ട് ചെയ്യണം എന്ന് ഇദ്ദേഹത്തിന് തോന്നി. കാരണം പണിക്കർ സാറിന്റെ ഒരു ജീവിതത്തിൽ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഇദ്ദേഹം ഒരു LP സ്കൂൾ മാഷായി. ആ LP സ്കൂൾ സാറിന് കുഞ്ഞു കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം അക്ഷരങ്ങൾ പഠിപ്പിക്കാനും വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. അങ്ങനെ അക്ഷരങ്ങൾ പഠിപ്പിച്ചു കഴിയുമ്പം അദ്ദേഹം വിചാരിച്ചു, ഈ കുഞ്ഞുങ്ങളെ അക്ഷരം പഠിപ്പിക്കുന്നത് കൊണ്ട് സമൂഹത്തിൽ പൊതുവായിട്ട് പെട്ടെന്നൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് അദ്ദേഹം കരുതിയില്ല. അതായത് ഇവര് വളർന്ന് വലുതായാലേ ഇദ്ദേഹം പഠിപ്പിക്കുന്നത് കൊണ്ട് സമൂഹത്തിന് മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇദ്ദേഹം ആഗ്രഹിച്ചു, എന്റെ സമൂഹത്തിലുള്ള എല്ലാ ആളുകൾക്കും എഴുത്തും വായനയും അറിയണം. അക്ഷരങ്ങളുടെ ഇദ്ദേഹത്തിന് ഈ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേയുള്ളൊരു അറിവ് ജ്ഞാനം കൂടി വരുന്നത് കൊണ്ട് അദ്ദേഹം വിചാരിച്ചു, എന്തുകൊണ്ട് സാധാരണക്കാരായ ആൾക്കാർക്ക് നമുക്കിത് പകർന്നു കൊടുത്ത് ഇവരെ എല്ലാവരെയും നമുക്കൊന്ന് നന്നാക്കിക്കൊണ്ട് വരാൻ പറ്റില്ല എന്ന്. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു, എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസം കൊടുക്കാം. അങ്ങനെ തുടങ്ങിയതാണ്. അപ്പൊ ഈ ആൽമരത്തിന്റെ ചുവട്ടില് ഈ നാട്ടുപ്രമാണിമാർ കൂടുന്ന സ്ഥലത്തേക്ക് ഇദ്ദേഹം വൈകുന്നേരം പത്രം കൊണ്ട് ചെല്ലും. ആ പത്രത്തിലെ ലോക വാർത്തകള് എല്ലാം ഇവരുമായിട്ട് ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യുന്നതിലൂടെ അവർക്കും ഇതിലൊരു താല്പര്യം വർദ്ധിച്ചു. അതായത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും പഠിക്കണം എന്ന് തോന്നി. പക്ഷെ അവർക്ക് അക്ഷരജ്ഞാനം കുറവായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം അവരെ അക്ഷരം പഠിപ്പിക്കാനും ശ്രദ്ധിച്ചു. അക്ഷരം പഠിപ്പിച്ച് സ്വന്തമായിട്ട് അവരെ ഒരു വായനാ ലോകത്തേക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ആദ്യമായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെയാണ് സനാതന ധർമ്മം എന്നുള്ളൊരു പേരിലൊരു ഗ്രന്ഥശാലയിലേക്ക് ഇത് എത്തിപ്പെടുന്നത്. അപ്പൊ ഇവർക്ക് പുസ്തകങ്ങൾ കൊടുത്തു, ഇവർക്ക് പത്രങ്ങൾ കൊടുത്തു. അങ്ങനെ ചർച്ചകൾ ചെയ്യുമ്പം ഇദ്ദേഹം വിചാരിച്ചു, എന്തുകൊണ്ട് ഇവരെ എല്ലാവരെയും ഒരു കൂട്ടം ആക്കി ഒരു പൊതു സ്ഥലത്ത്, അതായത് നമ്മുടെ ഗ്രന്ഥശാല പോലെയുള്ള ഒരു സ്ഥലത്ത് ഇവരെ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ തുടങ്ങിയതാണ് 1926 സനാതന ധർമ്മം എന്ന് പറഞ്ഞ ആദ്യത്തെ ഗ്രന്ഥശാല. അവിടെയാണ് ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥശാലയുടെ തുടക്കം എന്ന് പറയുന്നത്. അവിടെ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം, അന്ന് നമുക്കറിയാം വണ്ടിയൊന്നും ഇല്ലാത്ത സമയത്താണ്, ഒരുപാട് ദൂരം നടന്നാണ് ഓരോ സ്ഥലത്തും പോയി ആളുകളെ കൂട്ടി ഓരോരോ ഗ്രന്ഥശാലകൾ തുടങ്ങാൻ തീരുമാനിക്കുന്നത്. ഗ്രന്ഥശാല തുടങ്ങണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? പുസ്തകങ്ങൾ വേണം. ആ സമയത്ത് പുസ്തകങ്ങൾ ആരുടെയും കയ്യിൽ ഇല്ലായിരുന്നു. സാധാരണക്കാരായ ആൾക്കാരുടെ കയ്യിൽ ആരുടെയും കയ്യിൽ ഇല്ല. ഒരു 1926 കാലഘട്ടങ്ങളിൽ എന്നൊക്കെ പറഞ്ഞ ജാതീയമായ ഒരു ഉച്ചനീചത്വമൊക്കെ നിലനിന്ന ഒരു സമയമാണല്ലോ. അപ്പം സാധാരണക്കാരെ എല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഇവരിലേക്ക് പുസ്തകം എത്തിക്കാനും പറ്റുന്നില്ല. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ പ്രസാധകര്, പുസ്തക പ്രസാധകരുടെ അടുത്ത് പോയി മനോരമയിലും മാമൻ മാത്യുവിന്റെ ഒക്കെ അടുത്ത് ചെന്നിട്ട്
അവിടുന്ന് കിട്ടാവുന്നത്രയൊക്കെ കളക്ട് ചെയ്യുക. പിന്നെ ആരൊക്കെയാണോ പുസ്തകങ്ങൾ വായിക്കുന്നത് അവരെ തേടി പിടിച്ച് അവരുടെ അടുത്ത് അവർ വായിച്ച് വേണ്ടാന്ന് പറയുന്ന അവർക്ക് ആവശ്യം കഴിഞ്ഞ പുസ്തകങ്ങൾ ഇദ്ദേഹം സ്വീകരിച്ച് അങ്ങനെ കൊണ്ടുവന്ന് സനാതന ധർമ്മത്തില് ആ ഒരു വായനശാലയിൽ കൊണ്ടുവന്ന് ഇത് തുടക്കമായി. പിന്നീട് അദ്ദേഹം 50 വർഷത്തോളം പണിക്കർ സാറ് നമ്മളുടെ ഈ ഗ്രന്ഥശാല തുടങ്ങി കൊണ്ടുവന്നു. ഇത് ആദ്യത്തെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് 1926 വരുന്നത്. ശേഷം ഇതൊരു 1945 ആയപ്പോഴത്തേക്കും ഒരു 47 ഗ്രന്ഥശാലകളുടെ ഒരു കൂട്ടമാക്കി. കുറെ കുഞ്ഞു കുഞ്ഞു ഗ്രന്ഥശാലകൾക്ക് നമുക്കിപ്പോൾ ഒരു അസോസിയേഷൻ ഉണ്ടല്ലോ, അതുപോലെ ഒരു ഗ്രൂപ്പ് ആക്കി എടുത്തു. അതിനുശേഷം 47 തിരുക്കൊച്ചി ഗ്രന്ഥശാലയാക്കിയത്. ആ ഒരു ഗ്രൂപ്പിന് 47 ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പിനെ 45 ഉണ്ടാക്കിയ 47 ഗ്രന്ഥശാലകളെ 47 ആയപ്പോഴത്തേക്കും തിരുക്കൊച്ചി ഒരു സംഘമാക്കിയത് മാറ്റി. അത് 10 വർഷത്തിന് ശേഷം 57 ആയപ്പോഴത്തേക്കും അത് കേരള ഗ്രന്ഥശാല സംഘമായി. അപ്പോഴത്തേക്കും അവിടെ എത്ര എത്തിയെന്നോ 6000 ഗ്രന്ഥശാലകൾ അവിടെ എത്തി. ഇതൊരു മനുഷ്യന്റെ ആഗ്രഹമായിരുന്നു, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമായിരുന്നു കേരളം മുഴുവനും ഗ്രന്ഥശാലകൾ ഉണ്ടാക്കുക. കേരളം മുഴുവൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രാമത്തിലും ഒരു ഗ്രന്ഥശാല ഉണ്ടാക്കുക. ആ ഗ്രന്ഥശാലയിൽ നിന്ന് കിട്ടുന്ന അറിവ് ആ ഒരു പൊതുസമൂഹത്തെ മുഴുവനും നന്നാക്കി എടുക്കാനായിട്ട് ഉപയോഗിക്കുക. അവിടെ കുഞ്ഞു മക്കളെന്നോ വലിയ ആളുകളെന്നോ ഇല്ല വ്യത്യാസം, എല്ലാവർക്കും അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പണിക്കർ സാറ് ഈ ഗ്രന്ഥശാലകളൊക്കെ സ്ഥാപിച്ച് 6000 വരെ എത്തിച്ചത്. അതിനുശേഷം 32 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 1972 ആയപ്പോഴത്തേക്കും ഇദ്ദേഹം ഇത്രയും പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചപ്പോഴത്തേക്കും സർക്കാരുമായിട്ട് ഏകദേശം ഒരു ഉടക്കണ അവസ്ഥയിലെത്തി. ഒരു രാഷ്ട്രീയപരമായ കുറെ പ്രശ്നങ്ങൾ വന്നിട്ട് നിരന്തരമായ വിമർശനങ്ങളും പിന്നെ അധികാരത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരുന്നു. ഗ്രന്ഥശാലയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് പണിക്കർ സാർ ഇരുന്നത്. അപ്പൊ ഈ പണിക്കർ സാർ ഇരുന്ന സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റുള്ളവര് ആഗ്രഹിക്കാൻ തുടങ്ങി. അങ്ങനെ ആഗ്രഹിക്കാൻ തുടങ്ങിയപ്പോഴും രാഷ്ട്രീയപരമായിട്ട് ഓരോ പൊസിഷനിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇദ്ദേഹത്തിന് ഗ്രന്ഥശാലയിൽ നിന്ന് തന്നെ മാറേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ അത് സർക്കാർ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. സർക്കാർ ഏറ്റെടുക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും സർക്കാരിന് വിട്ടുകൊടുക്കുകയും സാക്ഷരത ആളുകളിൽ എത്തിക്കാൻ വേണ്ടി അദ്ദേഹം ആ ലോകത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. സാക്ഷരതാ ലോകത്തിലേക്ക്, അതായത് ഇന്ന് നമ്മൾ 100% സാക്ഷരതയുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പണിക്കർ സാറിന്റെ ഒരു ഒറ്റയാൾ പോരാട്ടത്തിന്റെ ഒരു ഉത്തരം എന്ന് പറയാം നമ്മളുടെ സാക്ഷരതാ മിഷൻ രൂപീകരിച്ചു. അതിനകത്തേക്ക് ആളുകൾ കൂടുതൽ വന്നു. കേരളത്തിലെ ആളുകൾക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ അതിനകത്തേക്ക് കൂടുതൽ ശ്രദ്ധിച്ചു. പിന്നെയുള്ളത് പബ്ലിക് ലൈബ്രറി ആക്ട് നിലവിൽ വന്നത് പണിക്കർ സാറിന്റെ ഒരു മേൽനോട്ടത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ശ്രമത്തിന്റെ ഫലമാണ്. പിന്നെ ഈ സാക്ഷരതാ യജ്ഞത്തിലായിരുന്നു പിന്നീടുള്ള ഒരു കാലം അദ്ദേഹം നോക്കിയത്. പിന്നെ അനൗപചാരിക വിദ്യാഭ്യാസത്തിലാണ് അതിനുശേഷം നോക്കിയത്. അനൗപചാരിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഔപചാരിക വിദ്യാഭ്യാസം സ്കൂളിൽ പോയി നമ്മൾ പഠിക്കുന്നതാണ് ഔപചാരിക വിദ്യാഭ്യാസം, ഫോർമൽ എഡ്യൂക്കേഷൻ. നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇതുപോലെ ഗ്രന്ഥശാലകള്, വീടുകള്, അവിടെ നിന്നൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. കുട്ടികൾ സ്കൂളിൽ നിന്ന് മാത്രമല്ല പഠിക്കണേ, നമ്മളുടെ വീടുകളിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഗ്രന്ഥശാലകളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. കൂട്ടമായിട്ട് നമ്മൾ ഏത് പൊതു സ്ഥലത്ത് വെച്ച് അറിവ് പകർന്നു കൊടുക്കുന്ന എന്ത് പ്രവൃത്തി ചെയ്യുന്നുണ്ടോ അവിടെ വിദ്യാഭ്യാസം നടക്കുന്നുണ്ട്. അതാണ് നമ്മുടെ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. അങ്ങനെ അനൗപചാരികമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടാനായിട്ട് തുടങ്ങി. അതിനുള്ള ഒരു ഇതിലാണ് അടുത്തത് ശ്രദ്ധിച്ച എല്ലാം, തുടങ്ങി വെച്ച എല്ലാം അദ്ദേഹം നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്തു. 1978 മുതലാണ് കാൻഫഡ്, കേരള നോൺ ഫോർമൽ എഡ്യൂക്കേഷന്റെ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞത്. പിന്നെ അതിനുശേഷം 1905 ജൂൺ 19 അദ്ദേഹം അന്തരിച്ചു. അതിന്റെ തൊട്ടടുത്ത വർഷം 1906 നമ്മൾ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് വായനാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങി. അതിനുശേഷം നമ്മൾ സ്റ്റാമ്പ് പുറത്തിറക്കി. 2004 അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. സ്റ്റാമ്പ് പുറത്തിറക്കിയതിന് ശേഷം 2017 കൂടി നമ്മൾ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തെ നമ്മളൊരു ദേശീയ തലത്തിലേക്ക് കൊണ്ടുവന്ന് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി നമുക്ക് അതൊരു ദേശീയ വായനാ ദിനം ആയിട്ട് ആചരിക്കാം, വായനാ
വാരമായിട്ട് ആചരിക്കുക എന്നുള്ള ലെവലിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ട് വന്നു. അതിന്റെ ഏറ്റവും അടുത്തായിട്ട് 2021 പൂജപ്പുര പാർക്കിൽ അദ്ദേഹത്തിന്റെ ഒരു വെങ്കല പ്രതിമ രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്യുന്നത്, രാംനാഥ് കോവിന്ദ് അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു. ഇതാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് നമ്മൾക്ക് വിളിക്കാൻ പറ്റുന്നതാണ് പണിക്കർ സാറിനെ. ഒരു സ്കൂൾ അധ്യാപകനായിട്ട് തുടങ്ങി സമൂഹത്തെ മുഴുവൻ മാറ്റാനായിട്ട് അദ്ദേഹം പ്രയത്നിച്ചു. അതിലെല്ലാം അദ്ദേഹം വിജയിച്ചു. അതിനുശേഷം ഇതിനുവേണ്ടി അടികൂടാൻ തുടങ്ങിയപ്പോൾ ആ പൊസിഷനിൽ നിന്ന് തന്നെ അങ്ങോട്ട് മാറി സാക്ഷരതാ മിഷനിൽ സാക്ഷരത ആളുകൾക്ക് എത്തിക്കുക. ഇദ്ദേഹത്തിന്റെ ഏറ്റവും ആഗ്രഹം എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിൽ 100% വിജയിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മളൊരു ഗ്രന്ഥശാലയിൽ ഇരുന്ന് കേരളത്തിലെ എത്രയോ ഗ്രന്ഥശാലകളിൽ ഇന്ന് അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ്, നമുക്ക് വേണ്ടി ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് അദ്ദേഹത്തിനോട് വേണ്ടി പ്രാർത്ഥിച്ച് നല്ലൊരു ദിവസമായിട്ട് നമുക്ക് ഈ ദിവസത്തെ ആചരിക്കാം. നന്ദി, നമസ്കാരം.